ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുംബൈ സ്ട്രീറ്റ് ഫുഡിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ജിനി ദോശ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കുറച്ച് പേരെങ്കിലും കഴിച്ചിട്ടുണ്ടാവും അല്ലേ? ജിനി ദോശയുടെ വളരെ യമ്മി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാം. വെജിറ്റബിൾസും ചീസും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെ റെഡ് കളറിൽ നിങ്ങൾക്കൊരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ജിനി ദോശ ഒരുപാട് വെറൈറ്റീസിലുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഫ്ലേവറിലുണ്ട്. എന്നാലും 80% ആ ഒരു റെസിപ്പിയൊക്കെ സെയിം തന്നെ. ഫ്ലേവറും ടേസ്റ്റൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ദോശയുടെ ഉള്ളിലേക്ക് വേണ്ട സ്റ്റഫിങ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1/4 കപ്പ് കാബേജ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. കണ്ടോ, ഇതുപോലെ നേരിയതായിട്ട് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഫില്ലിങ് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ 1/2 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഞാൻ ഗ്രീൻ കളറിലെ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓറഞ്ചോ യെല്ലോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ എടുത്തിട്ട് നമുക്ക് ഫില്ലിങ് മാക്സിമം കളർഫുള്ളാക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കും ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. കാബേജ് കുറച്ച് ഒരല്പം കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു സവാളയുടെ പകുതി നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്. സവാളയും കുറച്ച് മതി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദോശയുടെ ഫില്ലിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കടായി വെച്ചിട്ട് ചൂടാക്കാം നമുക്ക്. ഞാൻ ഇതിലേക്ക് ഒരു 1.5-2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല, ബട്ടറാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ബട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയുടെ ഒപ്പം തന്നെ ക്യാരറ്റും ക്യാബേജും ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം നമുക്ക് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാബേജും ക്യാരറ്റിനും ഒക്കെ അത്യാവശ്യം വേവുണ്ട്. പക്ഷേ ക്യാപ്സിക്കം പെട്ടെന്ന് വെന്ത് വരും. ജസ്റ്റ് ഒന്ന് ചൂട് തട്ടുമ്പോഴേക്കും അത് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഒരു ഈ ക്യാരറ്റൊക്കെ ഒന്ന് പകുതി കുക്കായി കഴിയുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണേക്കാളും കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റാം. ഇപ്പോൾ ക്യാരറ്റ് ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണിൽ താഴെ ഏകദേശം ഒരു 1-2 നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട കേട്ടോ. നമ്മളിപ്പോൾ തോരനോ മെഴുക്കുവരട്ടിയൊന്നും ഉണ്ടാക്കണ പോലെ വല്ലാണ്ട് ഇതിങ്ങനെ ഉടഞ്ഞ് കുഴഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയൊരു ക്രഞ്ചിനെസ് വേണം നമുക്ക് കഴിക്കുമ്പോൾ. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വേവിച്ചോളൂ, 100% വേവിച്ചോളൂ. പക്ഷേ ഇപ്പോൾ സാൻഡ്വിച്ചിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അങ്ങനെ ഭയങ്കരമായിട്ട് വെന്തുടഞ്ഞിട്ടുള്ള വെജീസ് അല്ലല്ലോ നമ്മൾ അതിനകത്ത് ഉണ്ടാവുക. കുറച്ച് ഒരു 80% അല്ലെങ്കിൽ ഒരു 90% കുക്കായിട്ടുണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ചാട്ട് മസാല ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാഗി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള എരിവ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് നിങ്ങൾ ഒരുപാട് ഇതിനകത്തേക്ക് ചേർക്കരുത് കേട്ടോ. ഫില്ലിങ്ങിൽ ഉപ്പ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു പാകത്തിനുള്ള ഉപ്പ് മാത്രം മതി. ഇപ്പോൾ എല്ലാം ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയാണേ. അപ്പോൾ ഫില്ലിംഗ് നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള ദോശ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു ദോശ പാൻ വെച്ച് ചൂടാക്കാം. നമ്മുടെ നോർമൽ ദോശമാവ് തന്നെയാണ് നമുക്ക് വേണ്ടത്. ദോശമാവിൻ്റെ റെസിപ്പിയും കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിലേ വീഡിയോ ഭയങ്കരമായിട്ട് ലോങ് ആയി പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ദോശമാവിൻ്റെ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു തവി എടുത്തിട്ട് നോർമലി നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. കുറച്ച് വലുതായിട്ട് പരത്തിയെടുക്കാം. പരത്തി കഴിഞ്ഞ് അപ്പം തന്നെ നമുക്കിതിൻ്റെ മേലേക്ക് ഇതിൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫില്ലിങ് നമുക്ക് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഫില്ലിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഹാഫ് ബാക്കി വെച്ചിട്ടുണ്ട്. ഒരു ദോശയ്ക്കും കൂടിയിട്ടുള്ള ഫില്ലിങ് ബാക്കിയുണ്ട്. ഫില്ലിംഗ് ഒക്കെ എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് സോസാണ് ഒഴിക്കണത്. ഞാനിവിടെ ഷെസ്വാൻ സോസാണ് ഒഴിക്കുന്നത് കേട്ടോ. ഞാൻ സാഷിയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ ഒരുപാട് അങ്ങനെ വാങ്ങി വെക്കാറില്ല. വലിയ ബോട്ടിലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ ചിലവില്ല. അപ്പോൾ അതുകൊണ്ട് സാഷിയാണ് വാങ്ങിച്ചത്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഷെസ്വാൻ സോസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സോസ് കിട്ടാനില്ലാത്ത സമയത്ത്, എൻ്റെ കയ്യിലില്ലാത്ത സമയത്ത് ഞാനൊരു തട്ടിക്കൂട്ട് ജിനി ദോശ എന്നുള്ള രീതിയിൽ നമ്മുടെ കെച്ചപ്പൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഷെസ്വാൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും നമുക്ക് കിട്ടില്ല കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം.
ചീസിന് അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തോരം ചീസി ആയിട്ട് വേണോ, എന്തോരം ചീസിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു നോർമലായിട്ടുള്ളൊരു ടേസ്റ്റിന് മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഇട്ട് കൊടുക്കാം. ചീസ് കുറച്ച് അധികം ഇട്ടാലും ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. അപ്പോൾ ചീസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചേർക്കണത് ഒറിഗാനോ ആണ്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കണം കേട്ടോ. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഒറിഗാനോ നമുക്കിതിൻ്റെ മേലെ ഇങ്ങനെ എല്ലായിടത്തുമായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒറിഗാനോ ഒരു സ്പൈസാണ്. പിസ്സയൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. പിസ്സയിലും പാസ്തയിലൊക്കെ നമ്മൾ ചേർക്കാറുണ്ട് ഒറിഗാനോ. അപ്പോൾ ഇത്രയും നേരം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചീസ് മെൽറ്റ് ആവാനുള്ളൊരു സമയം കൊടുക്കണം. അന്നേരത്തേക്ക് ദോശയും നല്ല ക്രിസ്പി ആയിട്ട് വരുവേ. അപ്പോൾ ഈ ഒരു ചൂടിലിരുന്നിട്ട് നമ്മളെ ചീസൊക്കെ നന്നായി മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫില്ലിങ് കാണാൻ പാടില്ലാത്ത രീതിയിൽ നല്ലോണം ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടിപൊളിയായിരിക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണേ. ഇപ്പോൾ ചീസ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഒപ്പം തന്നെ ദോശയും നന്നായിട്ട് വെന്ത് ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പയ്യെ കെയർഫുള്ളി ദോശ ഉടഞ്ഞു പോവാണ്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ജിനി ദോശ ഓൾമോസ്റ്റ് റെഡിയാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കൂടുതലായിട്ട് ചീസൊക്കെ ഇടുമ്പോൾ നല്ല ഒരു പിസ്സയ്ക്കൊക്കെ ഉള്ള പോലെ ചീസ് ഇങ്ങനെ ശരിക്കും കാണാൻ പറ്റും. ഞാൻ ചീസ് അധികം യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ചീസ് പുറത്തേക്ക് കാണാത്തത് കേട്ടോ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. ആ ദോശയുടെ ഒരു ക്രിസ്പി ടേസ്റ്റും അതേപോലെ തന്നെ ഉള്ളിലത്തെ ഫില്ലിങ്ങും ആ സോസിൻ്റെ ടേസ്റ്റും എല്ലാം കൂടിയിട്ട് നല്ല സൂപ്പർ യമ്മിയാണ്, ക്രിസ്പിയാണ്, നല്ല ചീസിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് ചായയുടെ കൂടെയോ കോഫിയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.